You're going to meet someone like you, maybe a life partner. You're going to meet someone like you, maybe a life partner. यात्री कृपया ध्यान दें, गाड़ी क्रमांक 128004 सुपरफास्ट स्वर विजय एक्सप्रेस थोड़ी ही देर में प्लेटफॉर्म क्रमांक 3 पर आ गई। సమయమా భలే సాయం చేసావమ్మా ఒట్టుగా ఒట్టుగా కనులకే తన రూపానందించావే గుట్టుగా ఓ ఇది సరిపోదా മോനെ അളിയ, നീ എപ്പോഴും പരാതി പറയുന്ന പോലെ ഹിന്ദും വല്ല ഓൾഡ് മാംഗോ പിക്കിൾസും ആയിരുന്നോ അടുത്ത സീറ്റ്? ഓ, ഇന്ന് ഓൾഡ് ഒന്നും അല്ലായിരുന്നു. എന്നിട്ടും എന്താടാ നിനക്കൊരു സന്തോഷമില്ലാത്ത? ആ, എന്ത് സന്തോഷം പറയടാ. എന്റെ പൊന്ന് ഹരിയേട്ട, കാര്യൊരു പെങ്കൊച്ചൊക്കെ തന്നെ ആയിരുന്നെങ്കിലും വൃത്തികെട്ട മോന്തയും ഒടുക്കത്തെ ജാടി അതായിരുന്നു അവള്. ശരിക്കും ഹരിയേട്ട, ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നും പറയൂല, എണീറ്റ് പോയേ. ഓക്കെ ഓക്കെ, നീ പറ, എന്താ കാര്യം? നിങ്ങളിത് കേക്കണം. ഞാനേ അറിയാതെ അവളുടെ
അല്ല അറിയാതെ അവളുടെ ഒന്ന് നോക്കിപ്പോയി. എന്താടാ നീ അപ്പൊ ഇത്രക്ക് വൃത്തിയിട്ടവനായിരുന്നോ? ദേ അളിയനൊളയിലും സംസാരിച്ചു കഴിഞ്ഞാൽ ഒന്ന് വരുവോ? എനിക്ക് കിടക്കണം. കഴിച്ചിട്ട് പാത്രം എടുത്ത് വെക്കാനുള്ളതാ. എന്റെ പൊന്നുമായ നീ പോയി കിടന്നോ, ഞങ്ങളെടുത്ത് കഴിച്ചോളാം. എന്താന്ന് വെച്ച ചെയ്. എന്തായാലും ഞാൻ കിടക്കാൻ പോവാ. ഇനി ഇവിടെ വേറൊരുത്തനുണ്ട്. ഇനി ഏത് പാതിരാത്രിക്കാണോ അവൻ കയറി വരുന്നത്. എന്റെ പൊന്നു ഹരിയേട്ടൻ, നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല. പിന്നെ ഞാൻ എന്താ വിചാരിക്കണ്ടേ അത് പറ. ഒരു പെങ്കൊച്ചിനെ നോക്കുന്നതിനൊരു മയൊക്കെ ഇല്ലേടി? ഇതാ ഞാൻ ഒന്നും പറയാതിരുന്നേ. എടാ അളിയാ, ചായത്തു എന്താ നീ ഇങ്ങനെ പെണങ്ങല്ലേ? അയ്യോ ഇല്ല സർ, ഞാൻ പിണങ്ങുന്നില്ല സർ. ഇവൻ എടാ, സത്യത്തിൽ ഈ പെണ്ണുങ്ങളെ വായി നോക്കുന്നത് അവരറിയാൻ പാടില്ല. അതിന്റെ ഒരു ഭൂമിശാസ്ത്രം എന്ന് പറയുമ്പോ അത് അങ്ങനെയാണ്. ആഹാ, അപ്പോ ASI ഹരിശങ്കർ ഇങ്ങനെയാണ് വായി നോക്കാറ്? അതേ, അതുകൊണ്ടല്ലേ എനിക്ക് നിനക്ക് പറഞ്ഞു തരാൻ പറ്റുന്നേ. ചിഞ്ചോ? ആഹാ, അല്ലേ ഞാൻ ഇപ്പൊ വരാം. നീ അങ്ങോട്ടാ? അത് പിന്നെ അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കണ്ടേ? എന്തിന്? നിനക്ക് എന്താടാ? നീ വാതുറന്ന് അങ്ങ് കഴിക്കാമോട്ട്. സാമദ്രോഹി, ഒരു കൊച്ചിന്റെ അച്ഛനായി എന്റെ കുടുംബം കലക്കൂടാ നീ. ഏയ് ഒന്നുമില്ല, നീ കഴിക്ക്. കുട്ടിത്തെ സോറി ബ്രോ, ഐ ആം ടു ലോയൽ. സ്റ്റിൽ ഐ ലവ് യു. പോടേണ്ടി. ഗൗരി, നിനക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? ഗൗരി, ഏയ് ഇല്ല എടുത്തേ. ആ ഓക്കെ. നീ എന്തായാലും വേഗം ഫ്രഷ് ആവ്. നിന്റെ ഏട്ടനപ്പോ വരും, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. നിനക്കെന്താടി ഒരു വാട്ടം പോലെ? ഹേയ് ഒന്നുമില്ലല്ലോ, ഏട്ടത്തേക്ക് തോന്നുന്നതാ. ഞാൻ എന്തായാലും കുളിച്ചിട്ട് വരാം. വേഗം വരാൻ നോക്ക് നീ. ആഹാ, നിങ്ങൾ കഴിച്ചു തുടങ്ങിയോ? ഇല്ല ചായ, ഇപ്പൊ ഇരുന്നേ ഉള്ളൂ. അവനെത്താൻ ഒരുപാട് ലേറ്റ് ആവും കേട്ടോ ചായ. അതെന്താ പറ്റിയേ? അവൻ ഈവനിങ് എത്തുന്നല്ലേ പറഞ്ഞായിരുന്നു? പ്രോഗ്രാം കഴിയാൻ എന്തോ ഡിലേ വന്നു എന്ന് പറഞ്ഞു. അവൻ്റെ അടുത്ത് എത്ര ലേറ്റ് ആയാലും എന്നെ വിളിക്കാൻ പറയണം. അല്ലാതെ ഇനി അന്നതുപോലെ എനിക്ക് ബുദ്ധിമുട്ടാവുമെന്ന് പറഞ്ഞിട്ട് വിളിക്കാണ്ടിരുന്നോണ്ടല്ലോ എൻ്റെ അടുത്ത് നല്ലത് കേൾക്കും അവൻ. അവൻ വിളിച്ചോളൂ. എന്താടി ഈ പ്രാവശ്യങ്ങളിൽ അച്ഛന് വല്ല മാറ്റം ഉണ്ടായിരുന്നോ? നമ്മുടെ അച്ഛൻ തന്നെയല്ലേ, പിന്നെ എങ്ങനെ മാറാനാ? ചോദിച്ചെന്റെ ഭാഗത്തും തെറ്റുണ്ട്. അയ്യോ ഏടത്തെ ഇന്നത്തെ രസം എന്തായാലും രസമുണ്ട് ചേച്ചി. രസോ? കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. അയ്യോ എന്റെ ഏട്ടാ, അത് രസമല്ല, സൂപ്പാ. അങ്ങനെയും പറയൂ. അതിനങ്ങനെ മാത്രമേ പറയൂ. എനിക്കെന്തിൻ്റെ കേടായിരുന്നു തേഞ്ഞ്. അപ്പൊ അതിലൊരു തീരുമാനമായി. തൽക്കാലം ഞാൻ ഈ നാട്ടുകാരിയല്ല. ഒരു ചാൻസും കൂടി. എന്താണൊരു നെഗറ്റീവ് എനർജി?
എന്റെ സമ്മതം ഇല്ലാതെ നീ കാമുകിയെ ഫിക്സ് ചെയ്തു അല്ലടാ? ആര്? അവിടെ ഒരു പാറ്റ. പാറ്റയോ? എന്താ എന്താ? നോക്കട്ടെ, നോക്ക്. ഇത് പാറ്റയല്ല, ചെറിയൊരു പല്ലിയാ. ഞാൻ എന്താ ചെയ്യാ? നീ പോയി നന്നായി ഒന്ന് കുളിക്ക്, ആ തലയൊന്ന് തടക്കട്ടെ. ഞാൻ കുളിക്കൂല. അച്ചോടാ, ഏട്ടന്റെ ബിഗ് ബി കോസ്റ്റ് കൊണ്ട് വന്നേ പറയട്ടെ. എന്താ ഇതുപോലെ പല്ലിയും പാറ്റയും വരെ പേടിയുള്ള ആളുകളാണോ ഇങ്ങനെ നട്ടപ്പാതിരക്ക് നണ്ണ് കളിക്കാൻ വരുന്നത്? അത് പിന്നെ അതെന്റെ അന്ത്യാഭിലാഷാണ്, നിനക്ക് അറിഞ്ഞൂടെ? എന്ത്? നീ ഒന്ന് പേടിച്ചു കാണുന്നത്. എന്നിട്ടത് വയറ് നിറച്ച് കണ്ടല്ലോ അല്ലേ? നീയൊക്കെ ഒരു ചേട്ടനാണോടാ ചേട്ടൻ പട്ടി. ഒന്നുമില്ലെങ്കിൽ ഞാൻ ഇത്രയും എഫേർട്ട് എടുത്ത് ഇതൊക്കെ ചെയ്യുന്നതല്ലേ. ഒന്നുമില്ലെങ്കിൽ വെറുതെ എങ്കിലും നിന്നൂടെ പേടിച്ചു എന്ന് പറഞ്ഞിട്ട്. നിനക്ക് കണ്ണിച്ചോറുണ്ടോടാ തെണ്ടി. വേണ്ട, നീ പോടാ വായി നോക്കി. വായി നോക്കിന്നോ? നിന്നോട് ആരാടി പറഞ്ഞു ഞാൻ വായി നോക്കിന്ന്? അതിപ്പോ ആരും പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നീ കണ്ടോ? ഇല്ല, പക്ഷെ ഞാൻ കേട്ടു. എടി, അത് നീ വിചാരിക്കുന്ന പോലെ അല്ല. അതിന് ഞാനൊന്നും വിചാരിച്ചില്ലല്ലോ. അതിൽ തെറ്റൊന്നുമില്ല. വായിനോട്ടം അതാവാം അല്ലേ? കുരുപ്പ് ബ്രൂട്ടസി, നീ മിക്കവാറും ഒരു വെല്ലുവിളിയാവും. അപ്പോ രാത്രി യാത്രയില്ല. ഗുഡ് നൈറ്റ്. ഇതെന്തിന്റെ കുഞ്ഞോ എന്തോ. ദൈവമേ, ഇവള് കാരണം എനിക്ക് അടി വീഴരുതേ. കാത്തോടെ എന്നെ. ചായ പിന്നെ എങ്ങനെയാ ഞാൻ വിളിച്ചാ കേക്കുക?
വാ നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ.